മുഴുവൻ തെങ്ങും കേരള നാട്ടിൽ ഒരു തെങ്ങ് അങ്ങ് ഹൈക്കോടതി വരെ എത്തി നിൽക്കുകയാണ്. ആ കുപ്രസിദ്ധ പ്രതിയായിട്ടുള്ള തെങ്ങ് എന്റെ പുറകിലുണ്ട്. അപ്പോ മൊത്തക്കഥ കേൾക്കണ്ടേ? ബാ. തിരുവനന്തപുരം പുരവൂർക്കോണം കരുകുളം സ്വദേശികളാണ് ഗോപിനാഥനും രഞ്ജിത്തും. ഗോപിനാഥൻ കേസിലെ ഹർജിക്കാരനും രഞ്ജിത്ത് പ്രതിയായ തെങ്ങിന്റെ ഉടമസ്ഥനും. രഞ്ജിത്തിന്റെ ഇളയ മകൻ ശ്രീഹരിക്ക് 2 വയസ്സുള്ളപ്പോൾ പുതിയതായി പണിത വീട്ടിൽ ഈ പറയുന്ന തെങ്ങ് വയ്ക്കുന്നു. ഹർജിക്കാരൻ ഗോപിനാഥന്റെയും രഞ്ജിത്തിന്റെയും വീടിന് നടുവിലായുള്ള മതിലിനോട് ചേർന്ന് തെങ്ങ് തയച്ചു വളരുന്നു. കായ്ച്ചു തുടങ്ങിയതും 5 വർഷത്തോളം കാലം കറിക്കരയ്ക്കാനും മറ്റും തേങ്ങ അയൽപ്പക്കക്കാരനും നൽകി ഇരു കുടുംബങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഗേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അങ്ങ് ഉടലെടുക്കുന്നത്. തെങ്ങല്ല വിഷയം, നമ്മുടെ ഒരു ഗേറ്റിൻ്റെ ഒരു തർക്കം വന്നിരുന്നു. ഫ്രണ്ടിൽ ഗേറ്റ് ഇടുന്നതായിട്ട് തർക്കത്തിൽ തുടങ്ങിയതാണ്. ആ തർക്കം പുള്ളിയുടെ സമ്മതത്തോടെ നമ്മൾ ഗേറ്റ് ഇടാൻ തീരുമാനിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങി പണി തുടങ്ങി. പണി പകുതി ആയപ്പോഴത്തേക്ക് പുള്ളി വന്നിട്ട് അന്നാണ് പുള്ളി പറയുന്നത് തെങ്ങ് മുറിച്ചാൽ മാത്രമേ ഗേറ്റ് ഇടാൻ സമ്മതിക്കുള്ളൂ. പ്രശ്നം ഗുരുതരമായതോടെ രഞ്ജിത്തിന്റെ പറമ്പിലുള്ള തെങ്ങ് ഗോപിനാഥന്റെ വീടിനും വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്നുവെന്ന പരാതിയോടെ തർക്കം മൂർച്ഛിച്ചു. തെങ്ങ് അന്നോട്ട് ഇന്നൊരു ആവൽക്കരമായിട്ടല്ല നിൽക്കുന്നത്. തെങ്ങിൽ നിന്നൊരു തേങ്ങ പോലും അപ്പുറത്തെ പരിപാടി ഇതുവരെ വീണിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ടൊരു തേങ്ങ പോലും അവിടെ വീണിട്ടില്ല. പിന്നെ കൊച്ചങ്ങ എന്ന് പറഞ്ഞ ചെറിയ സാധനം വല്ലപ്പോഴും ഉരുണ്ട് വീഴാറുണ്ട്. അതിന് ഇത്രയും വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, അപ്പുറത്തെ പുരയിടങ്ങളിലെയും തെങ്ങ് പുള്ളി മുറിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്, റവന്യൂ അധികൃതർ, ഓംബുഡ്സ്മാൻ എന്നിവരിലൂടെ പ്രശ്നം ഒടുവിൽ ഹൈക്കോടതിയിലെത്തി. അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലപരിശോധന നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. തെങ്ങ് ഉറച്ച നിലയിലാണ് നിൽക്കുന്നതെന്നും അത് ഉടൻ വീഴാനുള്ള അപകട സാധ്യതയില്ലെന്നുമായിരുന്നു റിപ്പോർട്ട് അംഗീകരിച്ച കോടതി തെങ്ങ് യാതൊരു ഗുരുതര അപകടവും സൃഷ്ടിക്കുന്നില്ലെന്നും അങ്ങ് വിലയിരുത്തി. തെങ്ങ് ആപൽക്കരമല്ല, ഇത് ഇനിയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് നോക്കുക. ഭീഷണി ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് നോക്കാനാണ് വിധി പറയുന്നത്. അതാണ് ആക്ച്വലി സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതിന്റെ വിധിയെ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഹർജിക്കാരൻ ഗോപിനാഥന്റെ ഫലവൃക്ഷങ്ങളുമായുള്ള പ്രശ്നം ഒറ്റപ്പെട്ടതല്ലെന്ന് അയൽപ്പക്കക്കാരായ കർഷക കുടുംബവും പറയുന്നു. അല്ലെങ്കിൽ രണ്ടാമത് ഞങ്ങൾ മുറിക്കാതെ ഇരുന്ന് രണ്ടാമത് ഭീഷണി ഒരുമാതിരി സംസാരിച്ച് മുറിച്ച് നമ്മൾ വലിച്ചു കെട്ടിയപ്പോൾ പിന്നെ അത് പിന്നെ അങ്ങോട്ട് പോയി. കൊച്ചു തെങ്ങായിരുന്നു, അതിന് നല്ല വെയിറ്റുള്ള തെങ്ങ്, പ്രായമായതല്ല, തൈ തെങ്ങായിരുന്നു. പിന്നെ അവർ ജനലിലേക്ക് ഗ്ലാസ് പോകണം, വീട്ടിലിരിക്കുന്നുണ്ട്, ക്ലാസ്സിലിരിക്കുന്നത് തേങ്ങ വീഴും എന്നൊക്കെ ഉള്ള അവർ രീതിയിലുള്ള സംസാരമായി. പിന്നെ നമ്മൾ ഞാൻ 4500 മുറിപ്പിച്ചത്. നല്ല കാറ്റ് വരുന്നത്, നല്ല മണ്ടയുള്ള, ഇതേപോലെയല്ല നിന്നത്, നല്ല ശക്തിയുള്ള ആംബിയറുള്ള തെങ്ങ്. ഒരു മൽപ്പിടുത്തം നമ്മൾ നടത്താൻ നമ്മൾ നിന്നില്ല. 2 പേർ ചുമ്മാ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം കോടതി വഴക്കായി മാറിയത് ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ കോടതി തെങ്ങിന് ചിരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിച്ചേനെ എന്നും സ്വയം നിലംപതിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്നും പറഞ്ഞതോടെ കേസിലെ കൗതുകം അങ്ങ് ചർച്ചയായി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം ചൂണ്ടിക്കാട്ടിയാണ് കോടതി കേസിൽ വിധി പറഞ്ഞത്. അടിയന്തര ഘട്ടങ്ങളിലും ആദ്യം സഹായത്തിനെത്തുക അയൽക്കാരനായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലും കോടതി നൽകി. അങ്ങനെ ഹൈക്കോടതി വരെ പറഞ്ഞു ഇതൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് തീർക്കേണ്ട ചീള് കേസല്ലേ എന്ന്. അപ്പോ മുറിക്കാത്ത തെങ്ങിനും ക്യാമറ പേഴ്സൺ റിബിൻ ജോൺ പാലേരിക്കുമൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.